ഹായ് ഫ്രണ്ട്സ്, ഡിഷ് ലാൻഡ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുഡിംഗ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ക്യാരറ്റ്, അതൊരു മീഡിയം സൈസ്. അത് തൊലിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രൈൻഡറിലിട്ട് നമുക്കത് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. അത് 8 മുതൽ 10 ഗ്രാം വരെ നമുക്ക് എടുക്കാം. ഞാനിവിടെ 8 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടിയിലാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇതിലേക്ക് 1.5 കപ്പ് പാൽപ്പൊടി, അതായത് ഒരു 15 സ്പൂണ് വേണ്ടി വരും, സ്പൂൺ കണക്കിലാണെങ്കിൽ. പാൽപ്പൊടിയിലേക്ക് ആവശ്യമായ വെള്ളം 1/2 ലിറ്റർ, അതായത് 500 ml വെള്ളമാണ് വേണ്ടത്. ഇത് അല്പം ചൂടാക്കിയിട്ട് പാൽപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിൽ പാലൊഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലും ക്യാരറ്റും കൂടി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ പാൽ നന്നായി ചൂടായി തിളക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ്. ഇതിനു വേണ്ടി 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നന്നായി യോജിപ്പിച്ച ശേഷം 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ചൈന ഗ്രാസ് ചേർത്ത ശേഷം അധികം നേരം തിളപ്പിക്കാൻ പാടില്ല, 2-3 മിനിറ്റ്. പാല് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അരമണിക്കൂറോളം നമുക്ക് ചൂടാറാനായിട്ട് പുറത്തു തന്നെ വെക്കാം. ചൂടാറിയ ശേഷം ഡെക്കറേഷൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലൊരു 4-5 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും സെറ്റായി കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു 4 മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇത് നമുക്ക് സെറ്റായൊന്ന് നോക്കാം. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്.
ഇത് പാൽപ്പൊടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.